ഹലോ, ഹായ്, എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം, സ്വാഗതം. സ്വപ്നം കാണാത്ത മനസ്സുകളില്ല. എല്ലാ മനുഷ്യരുടെ മനസ്സിലും കാണും ഒരു കൂട്ടം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ. പക്ഷേ നാം അതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് മാത്രം അത് നേടണമെന്നില്ല. ഒട്ടുമിക്ക കാര്യങ്ങളും എത്ര ലളിതമായി പറഞ്ഞു പോകുന്നുവോ അതുപോലെ നമുക്ക് ജീവിതത്തിൽ അത്ര എളുപ്പത്തിൽ അവ നേടാൻ സാധിക്കില്ല. നല്ല രീതിയിൽ പഠിക്കുക, ഉയർന്ന മാർക്ക് വാങ്ങുക, ജോലിയൊക്കെ സമ്പാദിച്ച് ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കുക. ഇങ്ങനെ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. നാം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ സ്വപ്നം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്ര ലളിതമായിട്ട് നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കുമോ? പറയുവാൻ എളുപ്പമാണ്. നാം ഏറെ കഷ്ടപ്പെട്ട് നമ്മുടെ കഴിവെന്താണോ അതിനനുസരിച്ച് പഠിച്ചെന്നിരിക്കും. പരീക്ഷ എഴുതും, ചിലപ്പോൾ തോറ്റുപോകും. രണ്ടാമതും നാം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കും, പരീക്ഷ എഴുതും, ചിലപ്പോൾ അപ്പോഴും തോറ്റുപോയെന്ന് വരും. രണ്ടാമത്തെ പരാജയം ആദ്യത്തെ പോലെ ആയിരിക്കില്ല. ആദ്യം കുറച്ചുകൂടി ആത്മവിശ്വാസം പകർന്നു തന്നവർ അവരൊക്കെ നമ്മെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പരിഹസിച്ചെന്ന് വരും. നമ്മുടെ തന്നെ ആത്മവിശ്വാസം വല്ലാതെ താഴേക്ക് വരും. ഒട്ടുമിക്ക ആളുകളും തങ്ങളെ കൊണ്ട് കഴിവില്ല എന്ന് തന്നെ വിശ്വസിച്ച് ഈ ശ്രമം അവിടെ ഉപേക്ഷിക്കും. മറ്റു ചിലരാകട്ടെ അവരുടെ ഉള്ളിൽ നിന്ന് ഒരിക്കൽ കൂടി അവസാനമായി ഒന്ന് ശ്രമിക്കണം എന്നൊരു വിളി അതവർ കേൾക്കും. അതിനനുസരിച്ച് അതിൻ്റെ പുറകെ അവർ രാത്രിയും പകലും ഒന്നാക്കിക്കൊണ്ട് കഠിനമായി പ്രയത്നിക്കും. ഇത്തവണ അവർക്കത് നേടാൻ സാധിക്കുകയും ചെയ്യും. പഠിക്കുക, മാർക്ക് വാങ്ങുക, ജോലി നേടുക എന്നതിനൊപ്പം നാം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊന്നുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന സമയം നാം നമ്മെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി അവിടെ സമർപ്പിക്കേണ്ടതാണ്. ഏതൊരു വിജയവും അത് ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മെ മറന്നുള്ള ത്യാഗം, ഉറക്കവും ഊണുമൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു പ്രയാണം. അതിൽ നാം എല്ലാം ത്യജിക്കാൻ തയ്യാറായിരിക്കണം. നമ്മുടെ മനസ്സിൽ ആ ലക്ഷ്യം മാത്രമായിരിക്കണം. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, നമ്മെ പരിഹസിക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക. അതിനു പകരം നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ മാറ്റാൻ സാധിക്കും എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരെ വിശകലനം ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ സ്വയം വിശകലനം ചെയ്യുക. ഇന്നലെയുള്ള നിങ്ങളിൽ നിന്ന് ഇന്നുള്ള നിങ്ങളിലേക്ക് എന്തെങ്കിലും മാറ്റം, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ല എന്നൊരു ഉത്തരം കിട്ടുന്നെങ്കിൽ നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുക. ഏതൊരു നിമിഷവും നമുക്കുള്ളതാകാം. നാം ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നാം നിൽക്കുന്ന സ്ഥലം, നമ്മുടെ സാഹചര്യം, നമ്മുടെ വസ്ത്രം, നാം ഏത് സാമ്പത്തിക അവസ്ഥയിലാണോ എന്നുള്ള ചിന്ത, ഇതൊന്നും നമ്മുടെ ജയത്തെ ബാധിക്കുന്നതല്ല. ആ നിമിഷങ്ങളിൽ നമുക്ക് തരുന്ന ആ നിമിഷത്തിൽ അവിടെ നാം എന്താണോ കാഴ്ചവെക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മിലെ വിജയിയെ കണ്ടെത്തുന്നത്. ആനയും സിംഹവും തമ്മിൽ വലിപ്പത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആനയ്ക്ക് തൻ്റെ ബലത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. സിംഹത്തെ കാണുമ്പോൾ ആന ഇങ്ങനെ ചിന്തിക്കുന്നില്ല, താൻ സിംഹത്തേക്കാൾ എത്രയോ വലിയ ജീവിയാണ്. തൻ്റെ ഒരു കാൽ ഉയർത്തിയാൽ പോലും ആ സിംഹം അത് ചത്തുപോകും എന്നതിന് പകരം ആനയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, ഇന്ന് എന്നെ സിംഹം കൊല്ലും, ഇന്ന് അവൻ്റെ ആഹാരം ഞാനാണ്, ഇങ്ങനെയാണ്. നേരെ മറിച്ച് സിംഹമാകട്ടെ തൻ്റെ മുന്നിൽ എത്രയോ വലിയ ജീവിയാണ് നിൽക്കുന്നത്, ഇവിടുന്ന് ഓടിപ്പോയി കളയാം എന്ന് ചിന്തിക്കുന്നില്ല. മറിച്ച് സിംഹത്തിൻ്റെ ചിന്ത ആനയെ കാണുമ്പോൾ ഇന്നത്തെ എൻ്റെ ആഹാരം എന്ന് മാത്രമാണ്. തൻ്റെ വലിപ്പത്തെക്കുറിച്ച് ആനയ്ക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ മനസ്സിലേക്ക് ഈ ഭയം നിറഞ്ഞ ചിന്ത വരില്ലായിരുന്നു. സിംഹവും അതുപോലെ തന്നെ അതിൻ്റെ മനസ്സിൽ താനാണ് ഏറ്റവും ശക്തൻ എന്നൊരു ധാരണയുണ്ട്. ഈ ധാരണ കൊണ്ടാണ് തൻ്റെ മുന്നിൽ വലിയൊരു ജീവി, തന്നേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു ജീവി നിന്നിട്ടും അതിൽ തെല്ലും ഭയം തോന്നാതിരുന്നത്.
ഓരോ മനുഷ്യൻ്റെയും മനോഭാവമാണ് ആ വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. നാം ഒന്നുമല്ല എന്ന് നാം തന്നെ കരുതിയാൽ പിന്നെ അവിടെ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. ആരൊക്കെ നമ്മെ എത്രയൊക്കെ സഹായിച്ചാലും നമുക്ക് പറ്റില്ല എന്ന് നാം വിലയിരുത്തുന്ന ഒരു സമയത്ത് നമുക്ക് പിന്നെ അവിടെ ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല. നാം നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുകയും അവനവൻ്റെ വില മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എല്ലാ മനുഷ്യരിലും അവരവരുടേതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്വയം വില മനസ്സിലാക്കുക. നാം മോശക്കാരാണെന്ന് വിലയിരുത്തുമ്പോൾ ആരോടാണോ നാം സ്വയം താരതമ്യപ്പെട്ട് നമ്മെ തീരെ കഴിവില്ലാത്തവരായി വിലയിരുത്തുന്നത് മനസ്സിലാക്കുക. ആ വ്യക്തി പോലും നാം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രാധാന്യം അർഹിക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നാം എന്ന വ്യക്തിക്ക് തന്നെയാണ്. നിങ്ങൾ സ്വയം വില കൽപ്പിച്ച് നിങ്ങളുടെ കഴിവിനെ മിനുസപ്പെടുത്തി തിളക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുപ്പത്തൊട്ടിയിലായാൽ പോലും നിങ്ങൾ എന്ന മാണിക്യം അത് തിളങ്ങുക തന്നെ ചെയ്യും. എല്ലാവർക്കും ശുഭദിനം.